ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്നൊരു പുതിയ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു. പിന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന വ്യത്യാസം, സൺക്രോസ്, സാഗിങ്, അതുപോലെ ടാൻ ആയാല് പിഗ്മെന്റ് പോലെ വരുന്നത്, ഇതിനൊക്കെ ഒരു പാക്ക് എന്ന് ഞാൻ ഇടാൻ പോകുന്നത്. അപ്പൊ ആ പാക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പരിചയപ്പെടുത്താം. ഒരു ബീറ്റാ കെരാറ്റിൻ ഓയിൽ വേണം. ഇതുപോലെ ബീറ്റാ കെരാറ്റിൻ ഓയില് ക്രീമിനകത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് സ്കിന്നിലുള്ള പിഗ്മെന്റ് ഒക്കെ ഒന്ന് ഫെയ്ഡ് ആക്കാനും വൈറ്റമിൻ സി എല്ലാം കൂടെ അടങ്ങിയ ഒരു ക്രീമായി എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് അലോവേറ ജെല്ല്, ഏത് ഒരു ഓയിൽ നമ്മൾ മിക്സ് ചെയ്യാൻ നമുക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള അലോവേറയുടെ ജെല്ല് കിട്ടിയാൽ നമുക്ക് ഏതൊരു സിറം പോലുള്ളത് നമുക്ക് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ നല്ലതാണ്. അപ്പൊ നമുക്ക് അലോവേറ ജെല്ല് വേണം. പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇയുടെ ക്യാപ്സുള്. ഇത് ഒരു 600 mg ആവശ്യമൊന്നുമില്ല, നമുക്കൊരു 400 mg ആണെങ്കിലും പ്രശ്നമില്ല. ഇതേപോലെ ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സുൾ വാങ്ങുക. ഇത് നമ്മൾ സിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, ഒരു 3-4 ടൈപ്പ് ഡ്രൈ സീഡ്സുകൾ പൊടിച്ച് പൗഡറാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു സ്കിൻ ഫുഡാ. ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് ഈ പൗഡർ റോസ് വാട്ടറിലോ ഓറഞ്ച് ജ്യൂസിലോ മിക്സ് ചെയ്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം ഇട്ടാൽ തന്നെ നമ്മുടെ സ്കിന്ന് സാഗിങ് ആവാതെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്. പിന്നെ അതേപോലെ ഒരു പ്രോട്ടീൻ പൗഡർ. ഇത് നമുക്ക് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പം എന്തെങ്കിലും പാക്കൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ സ്ക്രബിന് ഉപയോഗം പോലെ നമുക്കിത് കിട്ടും. അപ്പൊ ആ പൗഡർ ഇത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തേന്. ഇതൊരു മോയ്സ്ചറൈസർ, പക്ഷെ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ സ്കിൻ കറക്കും. അപ്പൊ ഏതെങ്കിലും ഒരു പാക്കിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുപോലെ 1/2 ടീസ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്താൽ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ആവുകയും ചെയ്യും. സ്കിൻ നല്ല ഒരു ജലാംശം ഉള്ളതായിട്ട് നമുക്ക് കാണപ്പെടും. ഇത് വൈറ്റമിൻ സിയുടെ ഡ്രോപ്സാ. ഇത് നമുക്ക് ഈ പിഗ്മെന്റ് പോലെയുള്ളതിനും സൺക്രോസ് പോലുള്ള റിങ്കിൾസ് ഇതിനൊക്കെ നല്ല ഉപയോഗപ്പെടുന്നതാണ് ഈ വൈറ്റമിൻ സി. പിന്നെ നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ റോസ് വാട്ടർ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം. അപ്പൊ നമുക്ക് സിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്, പൊടിച്ച പൗഡർ ചെയ്യുന്ന ഒരു 1/2 ടീസ്പൂൺ ഇപ്പോൾ നമ്മൾ ഈ ബൗളിലോട്ട് ഇട്ടു. പിന്നെ ഈ പ്രോട്ടീൻ പൗഡർ നമ്മൾ സ്ക്രബിന് വേണ്ടി എപ്പോൾ ഇതിനെ ഇടുന്നത് അല്ല, നമ്മളിത് ഫേഷ്യൽ ചെയ്യുമ്പോൾ പ്രോട്ടീനായിട്ട് ഉപയോഗിക്കുന്ന ഇപ്പൊ നമ്മളൊരു 1/4 ടീസ്പൂൺ, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ പൗഡർ നമ്മൾ ഈ മിക്സിലോട്ട് ഇട്ടു. ഇത് വൈറ്റമിൻ സിയുടെ ഒരു സിറമ. ഇത് നമുക്ക് റിങ്കിൾസ് ഒക്കെ മാറാന് നല്ല ഒരു സിറമായി ഇപ്പൊ എടുക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ ഒരു ഡ്രോപ്സ് ഇതിനകത്തോട്ട് ഇടുന്നു. പിന്നെ നമുക്ക് അലോവേറ ജെല്ല്, നല്ല പ്യുവർ ആയിട്ടുള്ള, ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ അലോവേറ ചെടി ഉണ്ടെങ്കിൽ അത് നല്ല കട്ടിയുള്ള തണ്ടെടുത്ത് നടുക്കൂടെ ഒന്ന് മുറിച്ചതിന് ശേഷം ഒന്നുകിൽ ചീപ്പ് വെച്ചിട്ട് പതുക്കെ നമുക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പൾപ്പ് കിട്ടും. ഒന്നുകിൽ അങ്ങനെ അലർജി ഉള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കരുത്. ഇതുപോലെ ഒരു അലോവേറ ജെല്ല് വാങ്ങിക്കുക, ഒരു 1/2 ടീസ്പൂൺ ഇതിനോട് ആഡ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളതാണ് തേന്. ഏത് പാക്കിന്റെ കൂടെ നമുക്ക് ഇതുപോലെ തേൻ ആഡ് ചെയ്യാം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ തേനും കൂടെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് റോസ് വാട്ടറും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതേപോലെ നമ്മൾ കുഴമ്പ് രൂപത്തിൽ ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നമ്മൾ ഏത് ഫേസിലാണോ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഫേസ് ആദ്യമായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ ഞാൻ ഇന്ന് ഈ റോസ് വാട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ നല്ലതായിട്ട് തുടച്ചെടുക്കുന്നു. ഇതേപോലെ തുടച്ചെടുക്കുക. മുഖത്തുള്ള ഡസ്റ്റും മേക്കപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പാക്ക് അതിനുശേഷം നമുക്ക് ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ് എന്ന 3-4 ഗ്രെയിൻസ് നമ്മൾ പൊടിച്ചുള്ള പൗഡറുണ്ട്, പ്രോട്ടീൻ പൗഡറുണ്ട്, ഹണിയുണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഈ ഫേസിൽ നമുക്ക് ഇടുന്നു. അപ്പോൾ ഫൈൻ ലൈൻ വരെ നമുക്ക് ഈ പാക്കിൽ മാറ്റാൻ കഴിയും. ഇത് ആഴ്ചയിൽ 2 ദിവസം നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും നല്ലതായിട്ടിരിക്കും, നല്ല ഗ്ലോ ആയിരിക്കും. ആഴ്ച 2 ദിവസം അപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് ഇനി ഈ ഫേസിലോട്ട് ഈ പാക്ക് ഇടാം. ഈ കണ്ണെല്ലാം കിട്ടുന്നത്, നല്ല ചൂടും ഒക്കെ ആണെങ്കിൽ വെള്ളം കിട്ടുന്നത്, അതിനൊക്കെ ഈ പാക്ക് നല്ല പ്രയോജനം ചെയ്യും. നമ്മൾ ഏത് പാക്ക് ഇട്ടാലും ഇടുന്നത് പോലെ തന്നെ നമ്മൾ കഴുത്തയിലും കൂടെ അപ്ലൈ ചെയ്യണം. കണ്ണിന് ചുറ്റും ഇടാൻ പാടില്ല. എന്നുവെച്ചാൽ കുഞ്ഞ് വെയിൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ കണ്ണിന് ചുറ്റും അവോയ്ഡ് ചെയ്യണം. ഇതേപോലെ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തു ഒരു 20 മിനിറ്റ് നേരം ഇതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേനും ഇതിനകത്തുള്ള ജ്യൂസുകളെല്ലാം നമ്മുടെ സ്കിന്നത് അബ്സർവ് ചെയ്യും. പതുക്കെ റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ടൈറ്റൻ ചെയ്യും. പതുക്കെ മാറാൻ തുടങ്ങും. സൺഗ്രോസിനൊക്കെ ഒരു വ്യത്യാസം കിട്ടും. അതുപോലെ കറുപ്പ് പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫെയ്ഡ് ആക്കും. നമുക്ക് ഇനി 20 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകിൽ പച്ചവെള്ളം അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലെങ്കിൽ പച്ചപ്പാല് ഏതെങ്കിലും തൊട്ട് നനച്ചതിന് ശേഷം നമുക്ക് റബ് ചെയ്യാം. അപ്പൊ 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഈ പാക്ക് ഇട്ടതിന് ശേഷം 20 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇപ്പൊ പാക്ക് നല്ലതായിട്ടൊന്ന് ഉണങ്ങി അതിലുള്ള ഓയിലുകളും ജ്യൂസുകളെല്ലാം സ്കിന്നിൽ അബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് റബ്ബ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ റോസ് വാട്ടർ ആണ് ഒന്ന് നനയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. റോസ് വാട്ടറാണ് ഇത്. ഡയമണ്ട് ഫേഷ്യലിന്റെ റോസ് വാട്ടറാണ് എപ്പോഴും എടുക്കുന്നത്. ഇത് ജസ്റ്റ് എടുത്ത് ഞാൻ നനച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് റബ്ബ് ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ കൈയും നല്ലതായിട്ട് നനച്ചതിന് ശേഷം നമ്മൾ ശരിക്കും നനഞ്ഞെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ മസാജ് ചെയ്യാവൂ. നമ്മളിപ്പോൾ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടുള്ള ഒരു പാക്കായിട്ടിരിക്കുന്നത്. സൺഗ്രോസ് ഫൈൻ ലൈൻ വരെ നമുക്ക് ഇത് ആഴ്ചയിൽ 2 ദിവസം ചെയ്ത് കുറയും. അപ്പൊ നമ്മൾക്ക് ഇത് ഒന്ന് മസാജ് ചെയ്ത് നോക്കാം. കൈ ഡ്രൈ ആവാതെ നനച്ച് അതിനുശേഷം മാത്രമേ മസാജിന് പാടുള്ളൂ.
നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ താഴോട്ട് മസാജ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ സ്കിൻ ടൈറ്റൻ ചെയ്യാനാണ് ഈ പാക്ക് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് മാത്രമേ മസാജ് ചെയ്യാൻ പാടുള്ളൂ. അറിയാത്തവർ 0 കൊടുക്കുക. ഇങ്ങനെ 0 0 0 കൊടുത്ത് കൊടുത്ത് അങ്ങ് മസാജ് ചെയ്തെടുത്താൽ മതി. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഈ കൈ കണ്ട പോളയോട് മസാജ് കൊടുക്കുക. എന്ന് വെച്ചാൽ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞ് ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പൊ നമുക്ക് കണ്ട പുറത്ത് ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് പാക്ക് ഇടണ്ട, ഇതുപോലെ മസാജ് ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് ഇതുപോലെ കൊടുക്കാം. ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് വാഷ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് ഒരുപാട് പ്രയോജനം ഈ പാക്കിലുണ്ട്. ഈ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും മൾട്ടിഗ്രെയിനും ഇങ്ങനെ എല്ലാ നല്ല നല്ല ഐറ്റംസും സ്കിൻ ഫുഡും ഒക്കെയാണ് നമ്മൾ ഇന്ന് പാക്കറ്റ് ഇട്ടേക്കുന്നത്. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ആഴ്ച 2 പ്രാവശ്യം ചെയ്യുക. നമ്മുടെ സ്കിൻ എന്നും നല്ലതായിട്ട് സൂക്ഷിക്കുക. നമുക്ക് ട്രീസർ തന്നെ ചോദിക്കാം, ഇപ്പൊ ഈ ഇട്ട പാക്കില് എന്ത് തോന്നുന്നു എന്ന്. ട്രീസ എന്ത് തോന്നുന്നു? എന്നിട്ട് നന്നായിട്ടുണ്ട്. എനിക്ക് തന്നെ ഒരു ഫീല്, നല്ലൊരു ഫ്രഷ് ഫീൽ ചെയ്യുന്നുണ്ട്. കൊള്ളാം. എന്റെ മുഖം ഞാൻ വന്നതിനേക്കാളൊക്കെ സൂപ്പർ മാറി, ഒത്തിരി മാറി, നന്നായിട്ടുണ്ട്. അപ്പോൾ ട്രീസയ്ക്ക് സ്കിൻ നല്ല സോഫ്റ്റ് ആയി നല്ല ഒരു അനുഭവമായിട്ടാണ് ട്രീസ പറയുന്നത്. ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.